പാഠം 847 കൊതിച്ചതും വിധിച്ചതും. ഇന്നത്തെ പത്രം വായിച്ചോ? നല്ല ചോദ്യായി പോയി. 5:30 മണിക്ക് എഴുന്നേറ്റ് മുറ്റം അടിച്ച് അടുക്കള കയറിയതാ ഞാൻ. ഇതിനിടെ ഞാൻ എപ്പോഴാ മോഹനയുടെ പത്രം വായിക്കേണ്ടത്? എന്താ പത്രത്തിൽ ഇത്ര വിശേഷം? വിശേഷമൊന്നുമില്ല. പേരുണ്ടോ പത്രത്തിൽ? ആ, വിദ്യാധരൻ കൊലക്കേസിന്റെ വിധി ഇന്നലെ ആയിരുന്നല്ലോ. കാണിച്ചേ. വിദ്യാധരൻ കൊലക്കേസിലെ 3 പ്രതികളെയും സംശയത്തിന്റെ ആനുകൂല്യത്തിൽ വെറുതെ വിട്ടുകൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതി വിധി പറഞ്ഞു. പ്രതികൾക്കെതിരെ ആരോപിക്കപ്പെട്ട കുറ്റങ്ങൾ തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതായി വിധിന്യായത്തിൽ ജഡ്ജി വ്യക്തമാക്കി. പ്രശസ്ത ക്രിമിനൽ അഭിഭാഷകൻ KP സദാനന്ദനാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായത്. കൊള്ള, സദാനന്ദൻ സാറിന്റെ സമയമാണ് സമയം മോഹനട്ടാ. കേസ് വാദിച്ച് ജയിച്ചിന് കിട്ടിയത് അന്തമിട്ട ഫീസ്, ആ കൂട്ടത്തിൽ പത്രത്തിൽ പേരും. ഒരു ദിവസം എന്റെ പേരും പത്രത്തിൽ വരും. 10 കൊല്ലം കഴിയുമ്പോ നീ മരിച്ചു പോകുമ്പോ പേര് മാത്രമല്ല പടം കൂടെ വരും. അത് നമുക്ക് കാണാം. ഒരല്പം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കേസ് കിട്ടിയാൽ അന്നു മുതൽ ആ വക്കീൽ പത്രക്കാരുടെ കണ്ണിലുണ്ണിയാണ്. നോക്കിക്കും, വലിയ താമസമില്ലാതെ എന്റെ പേര് ഇതുപോലെ തന്നെ അച്ചടിച്ചു വരും. സ്വപ്നം കാണാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. പക്ഷെ കാണുന്ന സ്വപ്നത്തിന് ഒരു യുക്തിയൊക്കെ വേണം. കാണാൻ പോണ പുരം പറഞ്ഞു കേൾപ്പിക്കണോ സാറേ? ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും. പക്ഷേ മോഹനേട്ടന്റെ പേര് ഒരിക്കലും പത്രത്തിൽ വരാൻ പോകുന്നില്ലോ എന്ന് ഓർക്കുമ്പോഴാ മോഹനേട്ട എനിക്ക് സങ്കടം. ഒരു സാധാ വില്ലേജ് ഓഫീസറുടെ പേര് എങ്ങനെ പത്രത്തിൽ വരാനാ? ഞാൻ ഇപ്പോൾ വില്ലേജ് ഓഫീസർ ആയിരിക്കും. പക്ഷേ ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഡെപ്യൂട്ടി തഹസിൽദാരാകും. അത് കഴിഞ്ഞ് തഹസിൽദാരാകും. അത് കഴിഞ്ഞ് കളക്ടറാവും. ആള് മോഹനേട്ടനായതുകൊണ്ട് ചിലപ്പം റവന്യൂ മന്ത്രി വരെ ആവാം. നീ കളിയാക്കുന്നു വേണ്ട. ഒരു തഹസിൽദാരായാൽ എന്റെ പേരും ചിലപ്പോ പണവും പത്രത്തിൽ നിന്നിരിക്കും. എങ്ങനെയാ മോഹനേട്ട? ഒരു തഹസിൽദാരെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമാണെന്ന് മോഹനേട്ടൻ തോന്നുന്നുണ്ടാവും. പക്ഷെ അത് തെറ്റാണ്. ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തഹസിൽദാറിന്റെ പേരും പത്രത്തിൽ കണ്ടിട്ടില്ല. പിന്നെ പത്രത്തിൽ പേര് വരാനാണെങ്കിൽ വേറൊരു മാർഗം കൊണ്ട് പോകണട്ടാ. കൈക്കൂലി വാങ്ങ. അതിപ്പോ തഹസിൽദാരായി കഴിഞ്ഞ് വേണമെന്നൊന്നുമില്ല. ഇപ്പൊ മനസ്സ് വെച്ചാൽ നടക്കും. കൈക്കൂലി കേസിൽ വില്ലേജ് ഓഫീസർ അറസ്റ്റിൽ എന്ന് തലക്കെട്ട്. താഴെ മോഹനേട്ടന് ചിരിക്കുന്നൊരു വേട്ട്. പത്രത്തിൽ പേര് വരണമെന്നുണ്ടെങ്കിൽ ആ വഴി ഒന്ന് ശ്രമിച്ചു നോക്കും മോനേട്ടാ. ഇതിനുള്ള മറുപടി ഞാൻ പറയുന്നുണ്ട്. ആ ഫോൺ എടുത്തിട്ട് മറുപടി എന്നോട് തന്നെ പറയണം, അവരോട് പറയാ. ഹലോ, അതെ, കെ മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഞാൻ സാറിനെ നിങ്ങളോട് വിളിക്കാതിരിക്കായിരുന്നു. ഭൂരഹിതർക്ക് ഭൂമി കൊടുക്കാനുള്ള പദ്ധതിയുടെ റിപ്പോർട്ട് ഇന്നലെ കളക്ടറേറ്റിൽ ചർച്ച ചെയ്യുകയാണെന്ന് അറിഞ്ഞു. അത് എന്തായാലും ഒരു ആകാംക്ഷയുണ്ട്. ഓ, സത്യമാണോ സാർ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. അതെ, വലിയ സന്തോഷം സാർ. ഇല്ല, ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് വരാം സാർ. ഇതിലും നല്ലൊരു വാർത്ത കേൾക്കാനുണ്ടോ സാർ? ഒക്കെ സാറിനെ പോലുള്ളവരുടെ പിന്തുണയും സഹായവും കൊണ്ട് കിട്ടിയതാ. അതെ സാർ. ശരി സാർ. ഭാവേ, എന്താ മോനേട്ടാ? ഈ ജില്ലയിലുള്ള ഭൂമിയില്ലാത്ത ആളുകൾക്ക് ഭൂമി കൊടുക്കാനൊരു പദ്ധതി കളക്ടർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അത് നിനക്കറിയാമായിരുന്നോ? അതിന് നമുക്ക് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടല്ലോ. അതല്ല പറഞ്ഞത്. അങ്ങനെ കളക്ടർ തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് എല്ലാ വില്ലേജുകളിലും ഭൂരഹിതരുടെ എണ്ണവും ആ വില്ലേജിൽ ലഭ്യമായ മിച്ചഭൂമിയുടെ കണക്കും ചോദിച്ചിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് തരണമെന്ന് കളക്ടർ പറഞ്ഞതുകൊണ്ട് ഊണും ഉറക്കവും കളഞ്ഞാണ് ഞാൻ ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്.
അതുകൊണ്ട് ഇന്നലെ എല്ലാ വില്ലേജുകളിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് കളക്ടർ ചർച്ച ചെയ്തു. ഓ അതായിക്കോട്ടെ. ഏറ്റവും ശരിയായി ഈ വിഷയം പഠിച്ച് കൃത്യമായ റിപ്പോർട്ട് നൽകിയത് കെ മോഹനകൃഷ്ണനാണ് എന്ന് കളക്ടർ തഹസീൽദാരെ വിളിച്ചു പറഞ്ഞു. എന്നെ നേരിട്ട് കളക്ടർ വിളിച്ച് അഭിനന്ദിക്കുമെന്നാണ് തഹസീൽദാർ പറഞ്ഞത്. കൊള്ളാം. കൊള്ളാതെ പറഞ്ഞാ പോരാ. ഒരു വില്ലേജ് ഓഫീസർ എന്ന നിലയിൽ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാനിപ്പോ നേടിയിരിക്കുന്നത്. എന്റെ റിപ്പോർട്ട് സ്വീകരിക്കുക മാത്രമല്ല കളക്ടർ ചെയ്തിരിക്കുന്നത്, പുതിയ പദ്ധതി ആദ്യം നടപ്പിലാക്കുന്നത് കാന്തല്ലൂർ വില്ലേജിലാണ് എന്നും തീരുമാനിച്ചു. കുറച്ചു മുന്നേ എന്താ പറഞ്ഞത്? സദാനന്ദ വൈക്കോലിന്റെ പേര് പത്രത്തിൽ വന്നാണ് ഏറ്റവും വലിയ കാര്യമെന്നോ? അതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ആണോ എന്ന സംശയം? ഒന്നാമത്തെ കാര്യം, ഞാൻ കഴിവും സാമർഥ്യമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് കളക്ടർ അംഗീകരിച്ചു. രണ്ടാമത്തെ കാര്യം, എന്റെ ഉത്തരവാദിത്വ ബോധവും ആത്മാർത്ഥതയും കാരണം ഈ വില്ലേജിലെ ഭൂരഹിതർക്ക് മുഴുവൻ ഭൂമി കിട്ടാൻ പോകുന്നു. 100-ലധികം കുടുംബങ്ങളെയാണ് കെ മോഹനൻ സാർ സഹായിച്ചിരിക്കുന്നത്. നിന്റെ സാധാരണ മക്കൾ എന്താ ചെയ്തത്? ഒരു കൊലക്കേസിൽപ്പെട്ട 3 സാമൂഹ്യ വിരുദ്ധന്മാരെ കള്ളത്തെളിവുണ്ടാക്കിയും കള്ളസാക്ഷി ഉണ്ടാക്കിയും രക്ഷിച്ചുകൊണ്ട് പോയി. ചുരുക്കി പറഞ്ഞാൽ കെ മോഹനൻ ചെയ്തത് ഒരു വലിയ നന്മ, സാധാരണ വക്കീൽ ചെയ്തത് ഒരു സാമൂഹ്യ ദ്രോഹം. ഇതല്ലേ സത്യം? എന്താണ് സത്യം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ സദാനന്ദ സാറിന്റെ പേര് പത്രത്തിൽ വന്നു, മോഹനന്റെ പേര് വന്നിട്ടില്ല. പക്ഷേ വിളിച്ചല്ലോ. അത് മോഹനേട്ടൻ മാത്രം പറയുന്ന കാര്യല്ലേ, അത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? മോഹനേട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാനത് വിശ്വസിക്കും. വേറെ ആരില്ല അത് വിശ്വസിക്കോ മോനേട്ടാ? ഞാൻ കള്ളം പറയുന്നു എന്നാണോ നീ പറയുന്നത്? എന്ന് ഞാൻ പറഞ്ഞല്ലോ മോനേട്ടാ. പക്ഷെ മോഹനയുടെ ഒരു മഹത്തായ കാര്യം ചെയ്തിട്ട് അതാരും അറിഞ്ഞില്ല എന്നുള്ളതാ മോനേട്ട പ്രയാസം. കളക്ടർ തഹസിൽദാരെ വിളിച്ചു, തഹസിൽദാര് മോഹനേട്ടനെ. അതോടെ തീർന്നില്ലേ? പക്ഷെ സദാനന്ദ സാറിന്റെ കാര്യം അങ്ങനെയാണോ? പത്രത്തിൽ പേര് വന്നോടെ നാട്ടുകാര് മുഴുവൻ സംഭവം അറിഞ്ഞില്ലേ? ഞാൻ അങ്ങനെ നാട്ടുകാരെ കാണിക്കാനല്ല ഓരോന്നും ചെയ്യുന്നത്. ഈ നാട്ടിലെ ഭൂമിയില്ലാത്ത ആളുകളെ സഹായിക്കണമെന്ന് എനിക്ക് തോന്നി, ഞാനത് ചെയ്തു. പ്രതിഫലേച്ഛ കൂടാതെ കർമ്മം ചെയ്യണം എന്നാണ് പ്രമാണം. ഇതൊക്കെ ചുമ്മാ പറയാൻ കൊള്ളുന്നല്ലേ ഉള്ളൂ മോനേട്ടാ. പക്ഷെ കുറച്ചെങ്കിലും പ്രശസ്തി ആഗ്രഹിക്കാത്ത ഏതെങ്കിലും മനുഷ്യരുണ്ടോ? മോഹനേട്ടനാണെങ്കിലോ അത് ഭയങ്കര ആഗ്രഹമാ. അതോടാണല്ലോ എപ്പോഴും ഞാൻ ഒരു സത്യസന്ധനാണ്, ഞാൻ ഒരു ഉത്തരവാദിത്വ ബോധമുള്ളവനാണ്, ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാനങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നില്ല. അതെല്ലാം നാട്ടുകാർ എന്നെ പറ്റി പറഞ്ഞു നടക്കുന്നതാ. അതെനിക്കറിയാലോ. പുതിയ പദ്ധതിയെ പറ്റി അറിഞ്ഞ ആരോ വിളിക്കുന്നതാണ്. നിനക്ക് എന്നെ ബഹുമാനമില്ലെങ്കിലും മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. ഹലോ, അതെ. സഹദേവൻ വിളിക്കുമെന്ന പ്രതീക്ഷയോടെ ഇരിക്കുക തന്നെയായിരുന്നു ഞാൻ. ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ ആദ്യം സഹദേവനാണല്ലോ അറിയുന്നത്. അപ്പോൾ തന്നെ സഹദേവനെ വിളിക്കുമെന്നും എനിക്കറിയാം. അറിഞ്ഞില്ലേ? ഇപ്പൊ തഹസിൽദാരൊന്നും പറഞ്ഞില്ലായിരുന്നു. കളക്ടർക്ക് ഞാൻ കൊടുത്ത റിപ്പോർട്ട് സ്വീകരിക്കുകയെന്ന് മാത്രമല്ല, പുതിയ പദ്ധതി കാന്തല്ലൂരിൽ തന്നെ തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തു. അതെ, കളക്ടർ എന്നെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കും എന്നാണ് തഹസിൽദാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സഹദേവൻ പരിചയക്കാരോടും ഓഫീസിലുള്ളവരോടൊക്കെ ഒന്ന് പറഞ്ഞേക്കണം. മറക്കണ്ട. ശരി. കൊള്ളാം. വലിയ മല മറച്ചു എന്ന് പറഞ്ഞിട്ട് അത് വേറെ ആരും അറിഞ്ഞിട്ടില്ലല്ലേ? താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്യുന്ന സഹദേവ സാറ് പോലും അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആരറിയാനോ മോനേട്ട? ഇതുകൊണ്ടാണ് മോനേട്ട ഞാൻ പറയുന്നത്, ഒരു വലിയ കാര്യം ചെയ്തിട്ട് അത് മറ്റുള്ളവർ അറിയണമെങ്കിൽ പത്രത്തിൽ തന്നെ വരണം. അത് നിനക്ക് വെറുതെ തോന്നുക. ഈ പദ്ധതിയെ പറ്റി ഇനി നാട്ടുകാർ സംസാരിച്ചോളും. പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് മന്ത്രി വരും. അതോടെ നാട് മുഴുവൻ ഇത് പാട്ടാവും.
പദ്ധതിയെ പറ്റി ആളുകൾ അറിയും. ഏത് പദ്ധതിയെ പറ്റി? കളക്ടറുടെ പദ്ധതിയെ പറ്റി. ഈ പദ്ധതിയുടെ ആശയം കളക്ടറുടേതാണല്ലോ. ആ ആശയം നടപ്പാക്കാനായി കളക്ടർ മോഹനേട്ടന് ചില ജോലികളൊക്കെ ഏൽപ്പിച്ചു. ഇതത്രേ ഉള്ളൂ. ശരി മോനേട്ടാ, ഈ നാട്ടുകാരുടെ മുന്നിൽ ആളാവാൻ വേറൊരു വഴിയുണ്ട്. ഇപ്പൊ സഹദേവ് സാറിന്റെ അടുത്ത് ഫോണിൽ പറഞ്ഞില്ലേ മറ്റുള്ള ആളുകളേക്കൊന്ന് വിളിച്ചു പറയാൻ. അതുപോലെ മോഹനേട്ടൻ ആളുകളെ അങ്ങോട്ട് വിളിച്ചു പറ. ഫോൺ ബില്ല് കൂടിയാൽ എന്താ, നല്ലൊരു പേര് കിട്ടൂലേ. ഉത്തമനാണല്ലോ. കൊള്ളാവുന്ന വല്ല കേസുമായിട്ടാണ് വന്നിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. അത് വാദിച്ച് ജയിച്ച് പത്രത്തിൽ പേര് വരുത്താമല്ലോ. നീ കേസ് തോറ്റതിന്റെ ദേഷ്യത്തിൽ കക്ഷി വക്കീലിനെ തല്ലി കൊന്നു പറഞ്ഞായിരിക്കും വാർത്ത. അത് നമുക്ക് കാണാം. നമസ്കാരം വക്കീലെ. നമസ്കാരം. പിന്നെ ആ ഗോവിന്ദൻകുട്ടിയുടെ അതിർത്തി കേസിന്റെ കാര്യം ഒന്ന് പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ ഗോവിന്ദൻകുട്ടി രാജേന്ദ്രന് തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. പോലീസിൽ പരാതിപ്പെടണോ എന്ന് ഗോവിന്ദൻകുട്ടി എന്റെ അടുത്ത് ചോദിച്ചു. എന്ത്? ഉത്തമന്റെ ആ വിളി കേട്ടപ്പോ ഞാൻ കരുതി ഏതോ ഭയങ്കര കേസുമായിട്ട് വന്നായിരിക്കുന്നു. ഈ അതിർത്തി തർക്കത്തിന്റെ കേസും തമ്മിത്തല്ലിന്റെ കേസും ഒക്കെ ബാധിച്ചിട്ട് എന്താ ഉത്തമ കാര്യമുള്ളത്? പത്രത്തിൽ പേര് വരണമെങ്കില് വലിയ കൊലക്കേസ് തന്നെ ബാധിക്കണ്ടേ? പത്രത്തിൽ പേര് വരണമെങ്കില് ആന്ന്. വിദ്യാധരൻ വധക്കേസിന്റെ വിധി ഇന്നലെ വന്നല്ലോ. ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്, സദാനന്ദൻ സാറിന്റെ പേരും. അത് കണ്ടപ്പോ ഞാൻ മോഹനേട്ടനെ വെറുതെ ഒന്ന് ചൊറിഞ്ഞു. നാട്ടിലെ ആളാവണമെങ്കിൽ പത്രത്തിൽ പേര് വരണമെന്ന് പറഞ്ഞു. അതോടുകൂടി സാറ് വയലന്റായി കാണും. അതല്ലേ ഉത്തമ രസം. മോഹനേട്ടന്റെ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ച് മോഹനേട്ടനെ പ്രത്യേകം അഭിനന്ദിച്ചു. അതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, കളക്ടർ അംഗീകരിച്ച കാര്യം നാട്ടുകാർക്ക് അറിയില്ലല്ലോ മോഹനേട്ടാ. നാട്ടുകാരറിയണമെങ്കിൽ വാർത്ത പത്രത്തിൽ വരണമെന്ന്. അതോടെ നാട്ടിലറിയിക്കാനായി മോഹനേട്ടൻ അങ്ങോട്ട് ഫോൺ വിളിച്ച് പറയാനുള്ള പരിപാടിയിലാണ് ഇപ്പോ. അയ്യോ, സാറിങ്ങനെ വഴക്കുണ്ടാക്കുന്നത് സാറിന്റെ കുഴപ്പം കൊണ്ട് മാത്രമല്ലെന്ന് എനിക്ക് മനസ്സിലായി. വക്കീല് മനഃപൂർവ്വം കാര്യം ഉണ്ടാക്കുന്നതല്ലേ. ഇതൊക്കെയല്ലേ ഉത്തമ ജീവിതത്തിന്റെ ഒരു രസം എന്ന് പറയുന്നത്. ഗോവിന്ദൻകുട്ടി ഒരു 10:30 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വരാൻ പറ. ഓ ശരി. ഹലോ, പ്രഭാകർ സാറല്ലേ? ഞാൻ കെ മോഹനകൃഷ്ണ, വില്ലേജ് ഓഫീസർ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചത്. പ്രൊമോഷൻ ഒന്നും അല്ല. ഈ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്ന ഒരു സർക്കാർ പദ്ധതിയുണ്ട്. അത് തുടങ്ങുന്നത് എന്റെ വില്ലേജിൽ നിന്നാണ്. അതെ, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ച കാര്യം തഹസിൽദാർ വിളിച്ചു പറഞ്ഞു. അത് മാത്രമല്ല, കളക്ടർ എന്നെ നേരിട്ട് വന്ന് അഭിനന്ദിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെ അതെ, സാറ് കഴിവതും ഈ കാര്യം എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ. അതെ ശരി. എത്രയായി മോനട്ടാ? എന്താ? അല്ല, ഇതുവരെയായിട്ട് എത്ര പേരെ വിളിച്ച് പറഞ്ഞെന്ന്? ആരും വിളിച്ചില്ല. ഇത് ഇങ്ങോട്ട് വന്ന കോളാ. ആണോ? അയ്യോ, കോൾ വരും ബെല്ലടിക്കുന്ന ഒരു പതിവ് ഉണ്ടായിരുന്നല്ലോ ഈ ഫോണിന്. അതൊന്നും ഞാൻ കേട്ടില്ലല്ലോ. നീ അങ്ങനെ കുഴപ്പമോ? ഇതാണ്. ഞാനൊരു കാര്യം പറയും, മോഹനേട്ടൻ അത് വകവെച്ചു തരില്ല. പക്ഷെ മോഹനേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിദ്യാധരൻ വധക്കേസിന്റെ പ്രതികളെ വെറുതെ വിട്ട കാര്യവും ആ കേസ് ജയിച്ച് സദാനന്ദ സാറാണെന്നുള്ള കാര്യവും മോഹനേട്ടൻ അറിഞ്ഞത് സദാനന്ദ സാറ് ഫോൺ ചെയ്ത് പറഞ്ഞതുകൊണ്ടാണോ? അല്ലല്ലോ. അതാണ് മോഹനേട്ട ഈ പത്രവാർത്തയുടെ ഗുണം. ഞാൻ ആ പത്രം എടുത്ത് നിന്നെ കൊണ്ടൊന്ന് കാണിച്ചാണല്ലോ എല്ലാ പ്രശ്നത്തിനും കാരണം. പത്രം കാണിച്ചെന്നുള്ളത് ഞാൻ സമ്മതിച്ചു. ഇനിയിപ്പോ മോഹനേട്ടൻ കാണിച്ചു തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വായിക്കുമ്പോ കാണുമായിരുന്നല്ലോ. ഇനി ഞാൻ കണ്ടില്ലെങ്കിൽ തന്നെ ആരെങ്കിലും പറഞ്ഞറിയില്ലായിരുന്നോ? അതാണ് പത്രവാർത്തയുടെ ഗുണം. അതൊരു രേഖയല്ലേ മോഹനേട്ടാ. എത്ര കാലം വേണേലും നമുക്ക് സൂക്ഷിച്ചു വെക്കാം, വീണ്ടും വീണ്ടും എടുത്ത് വായിക്കാം. അതാണ് ഈ പത്രത്തിന്റെ ഗുണം. ഞാനൊന്ന് തഹസിൽദാർ ആയിക്കോട്ടെ, എന്റെ പേരും വരും പത്രത്തില്. മോഹനേട്ടൻ സാറിന്റെ ഭാഗ്യമാണ് ഭാഗ്യം. ഒരു വില്ലേജ് ഓഫീസറെ പറ്റി കളക്ടർ അത്രയും നല്ല അഭിപ്രായം പറയുമെന്ന് വെച്ചാ ചെറിയ കാര്യമാണോ? അഭിപ്രായം പറഞ്ഞു എന്നുള്ള കാര്യം സത്യമാണോ പ്രഭേ? എന്റെ കാഞ്ഞന സാറേ,
താലൂക്ക് ഓഫീസിലെ സുമതി സാറ എന്നോട് വിളിച്ച് കാര്യം പറഞ്ഞു. ഇന്നലെ വൈകിട്ട് കളക്ടർ തഹസിൽദാരെ വിളിച്ചു. ഈ ജില്ലയിലെ എല്ലാ വില്ലേജ് ഓഫീസുകളും അയച്ച റിപ്പോർട്ട് നോക്കി മോഹനേഷ് സാറിന്റെ റിപ്പോർട്ട് അതിഗംഭീരമാണെന്ന്. അതുകൊണ്ട് സർക്കാരിന്റെ പുതിയ പ്രോജക്റ്റ് ഈ വില്ലേജിൽ തന്നെയാ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. മോഹനേഷ് സാറിന്റെ കഷ്ടപ്പാടിന് കിട്ടിയ അംഗീകാരമാണ് പ്രൊഫസറെ. ഊണും ഉറക്കമല്ല സാർ എത്രമാത്രം അത് കഷ്ടപ്പെട്ടു. ശരിയാ. നമ്മൾ മെനക്കെടില്ലേ ശിശുപാലൻ ചേട്ടാ? സത്യം പറഞ്ഞ ആ റിപ്പോർട്ടിൽ പകുതിയിൽ കൂടുതലും ഞാൻ എഴുതി ഉണ്ടാക്കിയതാ. അതെന്ത് വർത്താനാ കാഞ്ചന സാറ്? സാറ് സ്വന്തം എടുക്കൊണ്ട് എഴുതിയൊന്നും അല്ലല്ലോ. മോഹനേഷ് സാർ പറഞ്ഞു എന്ന് സാറ് എഴുതി. ഹ, അതിന്റെ ക്രെഡിറ്റ് എങ്ങനെ കാഞ്ചന സാറിന് കിട്ടും? എന്താ കിട്ടാത്തത്? സഹായിക്കാൻ ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എന്ത് കാണാൻ? ഹ, കേട്ടോ പ്രൊഫസറെ, ഞാനൊരു നോവൽ എഴുതാൻ തീരുമാനിക്കുന്നു എന്ന് കരുതുക. എന്റെ കൈക്ക് വേദന ആയതുകൊണ്ട് ഞാൻ പ്രൊഫസറിനോട് പറഞ്ഞു എന്ന് എഴുതിക്കുന്നു. നോവൽ കേട്ടെഴുതിയത് പ്രൊഫസർ ആയതുകൊണ്ട് അത് പ്രൊഫസർ എഴുതിയ നോവലാവോ? അതുപോലെയാണോ ഇത്? ഞാൻ കേട്ടെഴുത്തുകാരിയൊന്നും അല്ല, ഇവിടുത്തെ സ്പെഷ്യൽ വില്ലേജ് ഓഫീസറാ. എന്താണ് തർക്കം? തർക്കമൊന്നുമില്ല സർ. തർക്കമുണ്ട് സാർ. എന്താ? കളക്ടർ സാറിനെ പറ്റി ഭയങ്കര അഭിപ്രായം പറഞ്ഞെന്ന് കേട്ടത് മുതൽ കാഞ്ചന സാർ പറയുന്നതേ കാഞ്ചന സാർ ആ റിപ്പോർട്ടിന്റെ പകുതി എഴുതിയെന്നു. അയ്യോ, ഞാൻ അങ്ങനെയല്ലേ സാർ ഉദ്ദേശിച്ചത്. ഉദ്ദേശിച്ചതുമാകട്ടെ, കാഞ്ചനയും സ്വയംപ്രഭയും ഒക്കെ ഈ കാര്യത്തിൽ ചെയ്തെന്ന സഹായമൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. മറ്റന്നാൾ കളക്ടറെ കാണാൻ പോകുമ്പോ നിങ്ങളെ പറ്റി ഞാൻ സംസാരിക്കും. നേരാണോ സർ? എന്താ സംശയം? ഒരു നല്ല കാര്യം നടക്കുമ്പോ അതിൽ പങ്കാളികളായ എല്ലാവരെയും നമ്മൾ ഓർക്കണ്ടേ? വേണം സാർ. നിങ്ങളുടെ 3 പേരുടെയും കാര്യം ഉറപ്പായും ഞാൻ കളക്ടറോട് പറയും. സാറ് നല്ല മനുഷ്യനാണെന്നും നമ്മുടെ കാര്യം സാറ് കളക്ടറോട് പറയുമായിരിക്കുമെന്ന് ഞാൻ ശിശുപാലൻ ചേട്ടനോട് പറഞ്ഞതല്ലേ. എപ്പോ? ഈശ്വരാ. കാഞ്ചന പറഞ്ഞു കാണും ശിശുപാലൻ. ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് തീർത്ത് കളക്ടറിൽ എത്തിക്കണമെന്ന് ഞാൻ അന്ന് പറഞ്ഞിട്ട് ആഫീസിലേക്ക് പോയപ്പോ കാഞ്ചന ഇവിടെ ഇരുന്ന് ഒരാഴ്ച കഴിഞ്ഞാൽ കളക്ടർ നാടോട്ട് പോവോ എന്ന് ചോദിച്ചു ഞാൻ കേട്ടതാ. അയ്യോ സർ, ഞാൻ കാഞ്ചനെ നമസ്കാരം സർ. എന്റെ പേര് വാസുകുട്ടൻ. ഞാൻ കേരളഭൂമി പത്രത്തിന്റെ ഇവിടുത്തെ റിപ്പോർട്ടറാണ്. എന്താ കാര്യം? സർക്കാരിന്റെ പുതിയ ഭൂദാന പദ്ധതി ഈ വില്ലേജിലാണ് നടക്കുന്നതെന്ന് അറിഞ്ഞു. മോഹനകൃഷ്ണ സാറിന്റെ മിടുക്കൊണ്ട നടക്കുന്നത്. അത് പത്രത്തിനൊരു വാർത്തയായി കൊടുക്കണമെന്ന് കളക്ടറേറ്റിൽ നിന്നും പറഞ്ഞിരുന്നു. ഞാൻ ആ പദ്ധതിയെ പറ്റി സംസാരിക്കാൻ വന്നതാ. സാറിന് സമയമുണ്ടെങ്കിൽ. സമയം കുറവാണ്, എന്നാലും ഇങ്ങനെ ഒരു നല്ല കാര്യം നാട്ടുകാരറിയേണ്ടതാണല്ലോ. നമുക്കതിനെ പറ്റി സംസാരിക്കാം. ചോദിച്ചോളൂ. ഞാൻ ആ റിപ്പോർട്ട് എഴുതാൻ സാറിനെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം. അവിടെ ആകുമ്പോ നല്ല കാറ്റുണ്ട്. ശരി സർ. പേരെന്താ പറഞ്ഞത്? വാസുകുട്ടൻ. ഏതാ പത്രം? കേരളഭൂമി. ആഹാ, ഞാൻ വായിക്കുന്നതും കേരളഭൂമിയാണ്. ആ പത്രത്തിൽ തന്നെ ഈ വാർത്ത വരുന്നത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. എന്താണ് അറിയേണ്ടത്? ഈ ജില്ലയിലെ മറ്റ് 65 വില്ലേജുകളെയും കടത്തിവെട്ടി ഈ പദ്ധതി കാന്തല്ലൂർ വില്ലേജിൽ തന്നെ തുടങ്ങാനുണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? കഠിനാധ്വാനം, ആത്മാർത്ഥത, ആ, അർപ്പണബോധം, ഇതൊക്കെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിലേ ഇത്തരം വലിയ വലിയ കാര്യങ്ങൾ നടക്കും. അല്ല സാർ, ഈ ഓഫീസിലുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ തന്നെയാണോ? ഞാൻ അങ്ങനെയാണ്. ഞാനാണല്ലോ വില്ലേജ് ഓഫീസർ. ആ, ഞാൻ അങ്ങനെ പെരുമാറുമ്പോൾ മറ്റുള്ളവർക്കും അങ്ങനെ തന്നെ പെരുമാറാനല്ലേ വഴിയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ പദ്ധതിയുടെ ക്രെഡിറ്റ് മുഴുവൻ സാറിനാണ്. മിക്കവാറും. പക്ഷെ റിപ്പോർട്ടിൽ പകുതി എഴുതിയത് അവരാണെന്ന് ആ സ്ത്രീ പറഞ്ഞല്ലോ. അതെങ്ങനെ പറയാൻ പറ്റും? ഇപ്പോ വാസുകുട്ടൻ ഒരു 10 സെന്റ് സ്ഥലം വാങ്ങി എന്ന് കരുത്. ആദ്യം എന്ത് ചെയ്യും? ആദ്യം ആധാര രജിസ്ട്രി. ആരാണ് ആധാരം എഴുതുന്നത്? ആധാര എഴുത്തുകാർ. ആധാരം എഴുതിയത് കൊണ്ട് ആ 10 സെന്റ് ആധാരം എഴുതിയ ആളുടേതാകൂ? ഭൂമി വാസുകുട്ടന്റെയാണ്. അതുപോലെ തന്നെയാണ് ഇവിടത്തെയും കാര്യം. ഈ വാർത്ത ഏത് പേജിലാകും വരിക? 5-ാം പേജിലാണ് സർ. അത് കൊള്ളാം.
ഈ വാർത്ത മാത്രമേ കാണുമോ അതോ ഫോട്ടോയും കാണുമോ? അയ്യോ ഞാൻ ഈ ഫോട്ടോഗ്രാഫറെ കൊണ്ടുവന്നില്ല സാർ. ആ അത് പ്രശ്നമല്ല, ഞാൻ ഒരു ഫോട്ടോ അങ്ങോട്ട് വരാം. ഏ ആ ദാ, ഇത് കൊടുക്കാൻ പറ്റുമോ? എന്താ സംശയം? ഇത് കൊടുക്കാം സാർ. എന്റെ ഫോട്ടോ പത്രത്തിൽ വരണമെന്ന ആഗ്രഹം കൊണ്ടല്ല, എനിക്ക് ഈ പ്രശസ്തി ഒന്നും ഇഷ്ടമല്ല. പക്ഷേ എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാൽ അത് മറ്റുള്ള വില്ലേജ് ഓഫീസർമാർക്ക് ഒരു പ്രചോദനമാണ്. അവരും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതോടെ നമ്മുടെ നാടും നന്നാകും, അല്ലേ? അത് ശരിയാ. അത് മതിയല്ലോ. അപ്പൊ പിന്നെ ഈ ഫോട്ടോ കൊടുത്തിട്ട് എന്ന കാര്യം. ആ സാർ നാളത്തെ പത്രം നോക്കിക്കോളൂ. ഒരു ഗംഭീര വാർത്തയും ഈ ഫോട്ടോയും ഉണ്ടാവും. സമയത്രയത് നീ 7:30 പത്രം വരുന്ന വെച്ചാ ശശി ഇങ്ങനെ വരട്ടെ. മോഹനേട്ടാ, പത്രം വന്നോളൂ. ഇങ്ങനെ അതിനായിട്ട് കാത്തിരിക്കുന്നതിന് മോഹനേട്ടന്റെ പേരും ഫോട്ടോയും പത്രത്തിൽ അച്ചടിച്ചു കഴിഞ്ഞില്ലേ? ഇനിയിപ്പോ അത് അവിടുന്ന് മാഞ്ഞു പോകാനൊന്നും പോകുന്നില്ലല്ലോ. ശശി വരുമ്പോ വരട്ടെ. നീ ഇപ്പൊ ഇതൊക്കെ പറയും. എന്നാലും നീ പറഞ്ഞിങ്ങനെയൊന്നുമല്ലല്ലോ. നിന്നെ പോലുള്ള വക്കീലന്മാരുടെ പടം മാത്രമേ പത്രത്തിൽ വരുന്നല്ലേ? ശശി നിങ്ങൾ വന്നോട്ടെ. കെ മോഹനകൃഷ്ണൻ സാർ ആരാണെന്ന് ഇന്ന് ഞാൻ കാണിച്ചു. ഞാനിതൊക്കെ എത്ര കണ്ടിരിക്കുന്നു. പത്രത്തിലൊരു പേര് വരുന്നതാണോ ഇത്ര വലിയ കാര്യം? ഓ, നീ ഇന്നലെ ഇങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. ഏതോ നിസാര കേസ് ബാധിച്ച് ചേച്ചിന്റെ പേരില് സദാനന്ദ വക്കീലിന്റെ പേര് പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞ് നീ കുറെ അങ്ങ് ആളായല്ലോ. ഇപ്പൊ എന്താ മാറ്റി പറയുന്നേ? ഞാൻ മാറ്റി പറഞ്ഞൊന്നുമില്ല. സദാനന്ദ സാറിന്റെ പേര് പത്രത്തിൽ വന്നത് സാർ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ബാധിച്ച് ജയിച്ച കേസിന്റെ പേരില്ല. മോഹനയുടെ കാര്യം അങ്ങനെയാണോ? ഒരു വില്ലേജ് ഓഫീസർ ചെയ്യേണ്ട ജോലി ചെയ്തു, അതത്രേ ഉള്ളൂ. ഈ നാട്ടിൽ ഒരു വില്ലേജ് ഓഫീസർ ആണോ ഉള്ളത്? അല്ല. ബാക്കി വില്ലേജ് ഓഫീസർമാരെ ഒന്നും പേര് വരാതെ കെ മോഹനകൃഷ്ണന്റെ പേര് മാത്രം വരുമ്പോ അതിനകത്തൊരു കാരണമുണ്ടല്ലോ. അതാണ് കെ മോഹനകൃഷ്ണൻ സാർ. അത് മാത്രമല്ല, സദാനന്ദം വക്കീലിന്റെ പേര് മാത്രമല്ലേ പത്രത്തിൽ വന്നോളൂ. സാറിന്റെ ഫോട്ടോയാണ് പത്രത്തിൽ വരാൻ പോകുന്നത്. അത് വരുമ്പോ നമുക്കറിയാം. അറിയാവുന്നില്ല. പത്രത്തിൽ നിന്ന് വന്ന വാസുകുട്ടൻ നിർബന്ധിച്ച് കാല് പിടിച്ച എന്റെ ആ ഫോട്ടോ മേടിച്ചിട്ട് പോയത്. ഞാൻ പറഞ്ഞു, എന്റെ വാസുകുട്ട എനിക്കൊന്നും താല്പര്യമില്ല. ഫോട്ടോ ഒക്കെ പത്രത്തിൽ നിന്ന ആളുകളൊക്കെ പിന്നെ ചുറ്റും കൂടും. പിന്നെ എല്ലാവരുടെ അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഞാനാണെങ്കിലോ ഒരു ഉത്തരവാദിത്തപ്പെട്ട വില്ലേജ് ഓഫീസർ. എനിക്കിതൊക്കെ ചെയ്യാൻ എവിടെയാ നേരം ഒന്ന്. വാസുകുട്ടൻ നിർബന്ധിച്ചപ്പോ ബാഗിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്ത് ഞാനങ്ങ് കൊടുത്തു. ഒരാവശ്യം വരുന്ന എപ്പോഴാണെന്ന് അറിയാത്തത് കൊണ്ട് ഫോട്ടോ കൈ തന്നെ കൊണ്ടു നടക്കാറുന്നല്ലേ? ആ ഫോട്ടോ കുറെ ആളെ എന്റെ കയ്യിലുള്ള. ഇങ്ങനെ ഒരു ആവശ്യം വരുന്ന സൂക്ഷിച്ചൊന്നുമല്ല. ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രമേ ഒരു വിഡ്ഢിയല്ല മോഹനേട്ടൻ. ഞാൻ മോഹനേട്ടനല്ലേ ആള്. സൂയക്കാരി. പത്രം വന്നിട്ട് വേണം. മണി എത്രയാ ശശി? 7:30 കഴിഞ്ഞു. ഈ നേരത്താണോ പത്രം കൊണ്ടുവരുന്നത്? എന്റെ കുറ്റമല്ല സാറേ, പത്രം വരാൻ വൈകി. പത്രം വന്നു കിട്ടാതെ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചോദിക്കുമ്പോ അതിന് മാന്യമായ മറുപടി പറയാൻ ആദ്യം പഠിക്കണം. ഞാൻ ശശി വിചാരിക്കുന്ന പോലെ ഒരു ചെറിയ ആളല്ല. പത്രം വായിച്ചോ? ഇല്ല. പത്രം വായിക്കുകയും കൂടെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ പിന്നെ വൈകില്ലായിരുന്നോ?
എപ്പോഴെങ്കിലും പത്രം വായിക്കുമല്ലോ, അപ്പോഴാണ് ഞെട്ടാൻ പോകുന്നത്. അകത്ത് പോയിരുന്ന് ഉറക്ക വായിക്കാം. ഭാമേ, ഭാമേ, എന്തായി? മുഴുവൻ ഭൂരഹിതരെയും കണ്ടെത്തി കാന്തല്ലൂർ. ഒരു വില്ലേജിലെ മുഴുവൻ ഭൂരഹിതരായ ആളുകളെ കണ്ടെത്തുകയും അവർക്കെല്ലാം നൽകാനുള്ള ഭൂമിക്കായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്ത് കാന്തല്ലൂർ വില്ലേജ് ഒരു മാതൃകയാകുന്നു. വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഊർജിത ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കാന്തല്ലൂർ വില്ലേജിനായത്. ഈ നേട്ടങ്ങൾ ഉണ്ടാക്കിയ വില്ലേജ് ഓഫീസറെയും മറ്റു ഉദ്യോഗസ്ഥരെയും കളക്ടർ നേരിട്ട് അഭിനന്ദിച്ചു. 6 മാസം നീണ്ടുനിന്ന ഊർജിത പ്രവർത്തനത്തിലൂടെ കാന്തല്ലൂർ വില്ലേജിലെ മുഴുവൻ ഭൂരഹിതരുടെ പട്ടിക തയ്യാറാക്കുകയും അതിൽ നിന്നും അർഹരായവരെ കണ്ടെത്തുക എന്നതിനുമായിരുന്നു ആദ്യം പരിഗണന കൊടുത്തത്. ഫോട്ടോയുടെ അല്ല, ഫോട്ടോ ഉണ്ടാവുന്നല്ലേ മോഹനോട് പറഞ്ഞത്? ഫോട്ടോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. അതെങ്ങനെ മറന്നു പോന്നു മോനട്ടാ? അതവരെ മനഃപൂർവ്വം മാറ്റി വെച്ചതായിരിക്കും. ചിലപ്പോ മോഹനേട്ടന്റെ ഫോട്ടോ കണ്ടപ്പോ അത് പത്രത്തിൽ കൊടുക്കാൻ കൊള്ളൂലെന്ന് അവർക്ക് തോന്നിട്ടുണ്ടാവും. ഈ ഫോട്ടോ എടുത്താലല്ലോ വലിയ കാര്യം, വാർത്ത ഒന്നല്ലോ. അത് മതി. ഇങ്ങനെ ഒരു വാർത്തയിൽ നിന്റെ പേര് വരണമെങ്കിൽ നീ 10 ജന്മം ജനിക്കണം. എന്റെ പേര് ഇങ്ങനെ ഒരു വാർത്ത വരുന്ന എങ്ങനെയാ മോഹനട്ടാ? ഞാനിതിന് വില്ലേജ് ഓഫീസർ അല്ലല്ലോ. നിന്റെ സദാനന്ദ സാറിന്റെ പേര് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഫോട്ടോ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അതിനൊരു കുറവും കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയില്ല. പക്ഷെ മോഹനേട്ടന്റെ ഫോട്ടോ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഫോട്ടോ വരും എന്ന് പറഞ്ഞാൽ ഫോട്ടോ വരണം. ചിലപ്പോ ഫോട്ടോ നാളെ ആയിരിക്കും വരുന്നത്. അയ്യേ, ഇതെന്താ ഓരോ ദിവസമായിട്ട് കൊടുക്കാൻ TV സീരിയലോ? ഇതാ വാസുകൂട്ട മോഹനേട്ടനെ പറ്റിച്ചതാ. ഫോട്ടോ കൊടുക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ട് മോഹനേട്ടനെ ചുമ്മാ പറഞ്ഞങ്ങ് സുഖിപ്പിച്ചിട്ട് പോയി. ഹലോ, ഞാൻ കെ മോഹനകൃഷ്ണനാണ്, വില്ലേജ് ഓഫീസർ. നമസ്കാരം സാർ. എന്ത് നമസ്കാരം? ഒരു വാക്ക് പറഞ്ഞ പാലിക്കാനാകാത്ത നിങ്ങളൊക്കെ എങ്ങനെ പത്രക്കാരായി? എന്ത് പറ്റി സാർ? വാർത്ത പത്രത്തിലില്ലേ? വാർത്തയുണ്ട്, പക്ഷേ ഫോട്ടോ ഇല്ലല്ലോ. ഫോട്ടോ ഇല്ലേ? അല്ല, ഞാനത് കൊടുത്തായിരുന്നല്ലോ. സാർ സ്ഥലം തികയാതെ വന്നപ്പോ മാറ്റിയതായിരിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആ ഫോട്ടോ ഇല്ലാത്തതിന്റെ പേരിൽ എന്റെ മാനം പോയി. സാറേ, എല്ലാ ഫോട്ടോയും ചിലപ്പോ കൊടുക്കാൻ പറ്റില്ല. സ്ഥലം തികയാതെ വരുമ്പോ ഫോട്ടോ മാറ്റും. അതൊരു സാധാരണ സംഭവം. ഇനിയൊരു അവസരം വരട്ടെ, സാറിന്റെ ഒരു വലിയ ഫോട്ടോ തന്നെ നമുക്ക് കൊടുക്കാം. ഹലോ, ഇതൊരുമാതിരി ആളെ കളിയാക്കുന്ന പരിപാടി ആയിപ്പോയല്ലോ. ഫോട്ടോ കൊടുക്കാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ അത് നേരത്തെ പറഞ്ഞാൽ ഭാമയോട് പറയാറുണ്ട് മതിയായിരുന്നു. ഹലോ. ഹലോ, മോഹനകൃഷ്ണൻ അല്ലേ? അതെ, ഞാൻ സഹദേവനാണ്. സഹദേവൻ രാവിലെ പത്രം വായിച്ചു കാണും. വായിച്ചു. അതെന്താ സംഭവം? എന്താണ് സംഭവം എന്നോ? വാർത്ത വിശദമായിട്ടുണ്ടല്ലോ, അത് വായിച്ചു നോക്ക്. ആ, വായിച്ചു. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ മനസ്സിലാകാത്തത്? എന്നെ പറ്റി പലർക്കും ഉണ്ടായിരുന്ന ധാരണകളൊക്കെ അങ്ങ് മാറിയല്ലോ. കെ മോഹനകൃഷ്ണൻ ആരാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും. അല്ല, അത് ശരിക്കും ഉള്ളതാണോ? സഹദേവ, എന്ത് ചോദ്യത്? സത്യമല്ലാത്ത എന്തെങ്കിലും കാര്യം പത്രത്തിൽ വരുമോ? ആ, അപ്പൊ ശരി. മോനട്ടാ, താലൂക്ക് ഓഫീസിൽ നിന്ന് സഹദേവനാ വിളിച്ചത്. പത്രത്തിലെ വാർത്ത കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. ഇവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. കാരണം ഒരു വില്ലേജ് ഓഫീസറുടെ സാമർഥ്യം പത്രത്തിൽ വരുന്നത് ആദ്യമായിട്ടാണല്ലോ. അതെ മോനട്ടാ, അതെ, ഞാൻ കാര്യം പറഞ്ഞാൽ സഹദേവന് എന്നോട് വലിയ സ്നേഹോടുപ്പൊക്കെയാണ്.
പക്ഷെ എന്തായാലും എന്റെ പേര് പത്രത്തിൽ വരിക എന്ന് പറയുമ്പോ ഒരു ചെറിയ അസൂയൊക്കെ ഉണ്ടാവുമല്ലോ. സഹദേവൻ ഇത്രയും കാലം താലൂക്ക് ഓഫീസിൽ ജോലി ചെയ്തിട്ടും ഇതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മോഹനേട്ടൻ ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. പേര് മാത്രമല്ലേ വന്നുള്ളൂ, ഫോട്ടോ വന്നില്ല എന്നല്ലേ? അതൊരു കാര്യമൊന്നുമല്ല. ഫോട്ടോ വന്നില്ലെന്ന് ആര് പറഞ്ഞു? ഇതാ ഫോട്ടോ ഉണ്ട് പത്രത്തില്. കണ്ടോ, കഞ്ചാവ് കടത്തിയാൽ പോലീസ് പിടിയില്ല. ഇടുക്കി ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് കഞ്ചാവ് കടത്തിയ ആൾ പിടിയിൽ. അടിമാലി സ്വദേശിയായ രാമകൃഷ്ണനാണ് പിടിയിലായത്. മുൻകൂട്ടി ലഭിച്ച സൂചനയുടെ അടിസ്ഥാനത്തിൽ വാഹന പരിശോധന നടത്തിയാണ് പോലീസ് സംഘം പിടികൂടിയത്. അറസ്റ്റിലായ രാമകൃഷ്ണൻ. മോഹനേട്ടന്റെ ഫോട്ടോ തന്നെയല്ലേ ഇത്? എങ്ങനെ മോഹനേട്ടൻ എന്നാ കഞ്ചാവ് കടത്തൽ തുടങ്ങിയത്? ഈശ്വര, അപ്പൊ സഹദേവൻ വിളിച്ചത് ഈ ഫോട്ടോ കണ്ടിട്ടായിരുന്നു. ആ വാർത്തയൊക്കെ ശരിയാണ്, ഞാൻ പറയുകയും ചെയ്തല്ലോ. സത്യമല്ലാത്ത കാര്യം വരുമെന്ന് ഞാൻ ചോദിച്ചു. ഫോട്ടോ മാറിപ്പോയതായിരിക്കും മോഹനേട്ടാ. ഓസിട്ടുണ്ട് അവനെ കൈ കിട്ടാൻ ചവിട്ടുകൊണ്ട് ഓടി കഥയായി. അയ്യോ, നീയാണ്. ഹലോ, അതെ, പ്രഭാത് സാറാണോ? ആ ഫോട്ടോ മാറിപ്പോയതാ. 5-ാം പേജിലായിരുന്നു യഥാർത്ഥ വാർത്ത. സാറ് പത്രം കൊണ്ട് വായിച്ചില്ലേ? അതാദ്യം വായിക്ക്. ഈ പത്രക്കാരന്മാരെ ഓരോ അബദ്ധങ്ങളെ എനിക്ക് വയ്യ. ഈശ്വര, ആണക്കേടായല്ലോ. അത് മാത്രല്ല മോനട്ടാ, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഈ പത്രവാർത്ത ഒരു രേഖയാ. എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാലോ. വായിക്കാൻ തോന്നുമ്പോഴൊക്കെ എടുത്ത് വായിക്കുകയും ചെയ്യാം. മോഹനട്ട ചെയ്യാവുന്ന വേറൊരു കാര്യമുണ്ട്. ഈ പത്രത്തിനെതിരെ നമുക്കൊരു മാനനഷ്ട കേസ് കൊടുക്കാം. ഞാൻ തന്നെ വാദിച്ചോളാം. ജയിച്ചു കഴിഞ്ഞാ ആ പേരിൽ എന്റെ ഫോട്ടോ പത്രത്തിൽ വന്നാലോ? ആളുകൾ വിളി തുടങ്ങി. ഇനി സമാധാനം പറഞ്ഞു മടുക്കില്ലേ മോനേട്ടാ? ഈ ഫോട്ടോ കൊടുക്കണ്ടായിരുന്നു. സാരമില്ല. അയ്യോ, വെളുക്കാൻ തേച്ചത് പാണ്ടായെന്നോ മറ്റോ ഒരു പഴഞ്ചൊല്ലുള്ളത് ഇതുപോലുള്ള ചുറ്റുപാടുകളിലാണ് പ്രസക്തമാകുന്നത്. പത്രക്കാർക്ക് അതൊരു അച്ചടിപ്പിശകാണെങ്കിലും മോഹനകൃഷ്ണന് ജീവിതം വെച്ചുള്ള കളിയായി പോയി. സാരമില്ല, പറ്റിയ തെറ്റ് പത്രക്കാർ തിരുത്തുമായിരിക്കും എന്ന പ്രതീക്ഷയിൽ ഇന്നത്തേക്ക് വിടാം. കാര്യനിസാരം തുടരുന്നു.